കാന്തല്ലൂർ ദണ്ടുകൊമ്പ് വിജയപുരം രൂപതയിൽപ്പെട്ട സെൻറ്റ് ജൂഡ് ദേവാലയത്തിലെ വികാരിയച്ഛൻ ഫാദർ പീറ്റർ പാലക്കലച്ഛൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. അച്ഛൻ നമസ്കാരം. തെരഞ്ഞെടുപ്പൊക്കെ വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. പ്രധാനപ്പെട്ട 3 സ്ഥാനാർത്ഥികളൊക്കെ അതിൻ്റെ മത്സരത്തിൻ്റെ പ്രചരണത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിത് ഈ ഇടുക്കി ലോക്സഭാ മണ്ഡലമാണ് പെടുന്നതാണ്. ഏറ്റവും അറ്റത്ത്, ഒരു പടിഞ്ഞാററ്റത്ത് തമിഴ്നാടിന് ചേർന്ന് കിടക്കുന്ന ഒരു ഭൂമിയാണ് ഇത്. ഈ ഒരു പ്രദേശത്തിൽ അപ്പോൾ അച്ഛനടുത്ത് വികാരിച്ച് നിലയ്ക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടുത്തെ ജനങ്ങൾ, സാധാരണ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത്? ഈ മറയൂർ കാന്തല്ലൂർ മേഖല പൊതുവെ അഞ്ചുനാട് എന്നാണ് അറിയപ്പെടുന്നത്. ദേവികുളം താലൂക്കിൻ്റെ ഏതാണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണെങ്കിലും ഈ 2 സംസ്ഥാനത്തിൻ്റെ മധ്യഭാഗത്താണിത് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ മഴനിഴൽ പ്രദേശമെന്നാണ് പൊതുവേ ഈ അഞ്ചുനാട് അറിയപ്പെടുക. അപ്പോൾ മഴ വളരെ വിരളമായിട്ടാണ് ഇവിടെ കിട്ടാറുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പല ഭാഗത്തും കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഇവിടെയൊക്കെ ലോറിയിൽ ടാങ്കിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഒത്തിരിയേറെ ആദിവാസി മേഖലകളും കൂടി ഉള്ള ഒരു പ്രദേശമാണ്. പക്ഷേ ഇവിടെ നല്ലൊരു ആശുപത്രിയില്ല. ആശുപത്രിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ തമിഴ്നാട്ടിൽ കോയമ്പത്തൂരോ അല്ലെങ്കിൽ കോട്ടയത്തോ കളമശ്ശേരിയിലോ പോകേണ്ടതായിട്ടാണ് അവസ്ഥ. പിന്നെ ഇടുക്കിയിലുണ്ട്. ഇടുക്കിയിലെത്തുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. കളമശ്ശേരി എത്തുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഇടുക്കിയിലെത്തുക എന്നുള്ളത്. അതുകൂടാതെ തന്നെ പിന്നെ കെട്ടിട മേഖലയിലുള്ള പ്രവർത്തിക്കുന്നവരാണ് കൂടുതൽ. കാർഷിക മേഖല ഇവിടെ ഉണ്ടെങ്കിലും കരിമ്പ് കൃഷി ഉണ്ടെങ്കിലും കരിമ്പ് കൃഷി അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കെട്ടിട മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരാണ് കൂടുതൽ. അപ്പോൾ കെട്ടിട സാമഗ്രികളൊന്നും ഈ പ്രദേശത്ത് നിന്ന് മണൽ വാരാനോ അല്ലെങ്കിൽ കല്ല് പൊട്ടിക്കാനോ ഒന്നും സാധിക്കത്തില്ല. അപ്പോൾ അതെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതുകൊണ്ട് ഭാരിച്ച് ചിലവ് വരുന്നുണ്ട്. ഇനി ആശുപത്രിയുടെ ഒരു അഭാവം വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ടൂറിസ്റ്റ് വില്ലേജായിട്ട് ഇത് ഡെവലപ്പായി വരുന്നുണ്ടെങ്കിലും ഈ ട്രാഫിക് പ്രശ്നങ്ങൾ വളരെയേറെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഒരു രോഗിയെ കളമശ്ശേരിയിലോ ഉടുമ്പൻപേട്ടയിലോ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ മണിക്കൂറുകൾ ചിലപ്പോൾ കാത്തു കിടക്കേണ്ടതായിട്ട് ഉള്ള അവസ്ഥയുണ്ട്. അപ്പോൾ റോഡുകളുടെ അപര്യാപ്തത, കുടിവെള്ള പ്രശ്നം, അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയുള്ള ബുദ്ധിമുട്ടുകൾ, അതിലും വലിയ രൂക്ഷമായ ഒരു പ്രശ്നമാണ് ഇടുക്കിയിൽ. പ്രത്യേകിച്ച് ഈ അഞ്ചുനാട് മേഖലയിൽ പട്ടയമില്ല എന്നുള്ളൊരവസ്ഥ. അപ്പോൾ കെട്ടിടങ്ങൾ നിർമ്മിക്കാനോ അല്ലെങ്കിൽ ഉള്ള പട്ടയം തന്നെ എല്ലാ പട്ടയങ്ങളാണ് കൂടുതൽ. അതിൽ വേറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനായിട്ടുള്ള താമസത്തിനുള്ള വീടൊഴികെ വേറെ നിർമ്മാണ ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല. റിസോർട്ടുകളായിട്ടോ അല്ലെങ്കിൽ ഹോം സ്റ്റേ ആയിട്ടോ അത് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ പട്ടയത്തിൻ്റെ വലിയൊരു പ്രശ്നമുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ മേഖലയിൽ തമിഴ്നാട് പ്രദേശവുമായിട്ടാണ് കിടന്നിരുന്നത്. പണ്ട് ഇതിൻ്റെ പോക്കുവരവെല്ലാം നടന്നിരുന്നത് ഈ പ്രത്യേകിച്ച് ഉടുമ്പൻചോല, ദേവികുളം താലൂക്കുകളിലെ പല ഭൂമിയും തമിഴ്നാടിൻ്റെ താലൂക്കിലാണ് കിടന്നിരുന്നത്. പട്ടയങ്ങളൊക്കെ തമിഴിലാണ് എഴുതിയിരുന്നത്. അപ്പോൾ ഭാരതം ഭാഷാടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകളായി മാറ്റിയപ്പോൾ ഈ പ്രദേശം തമിഴ്നാട്ടിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി പട്ടന്നാണ് പിള്ള 5 ഏക്കർ വീതം മലയാളികൾക്ക് കോളനികളായി കൊടുത്ത് ആളുകളെ ഇവിടെ കുടിയേറ്റി പാർപ്പിച്ചതാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പല കുടുംബങ്ങളും ഈ ഹൈറേഞ്ച് മേഖലയിലേക്ക് കുടിയേറിയത്. ഇപ്പോൾ അവരെയെല്ലാം കുടിയേറ്റക്കാരായിട്ടും പിന്നെ ഈ ഭൂമി വെട്ടിപ്പിടിക്കുന്ന കൊള്ളക്കൂട്ടമായിട്ടാണ് പലപ്പോഴും സംസ്ഥാനം കണ്ടുവരുന്നത്. അപ്പോൾ ഈ മേഖല തമിഴ്നാട്ടിലേക്ക് പോകാതിരിക്കാൻ കേരളത്തിൽ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് മലയാളികളായിട്ടുള്ള നാട്ടുകാരെ ഈ പ്രദേശത്ത് കുടിയേറ്റി താമസിപ്പിച്ചത്. അത് വലിയൊരു കാര്യമാണ്. ഇന്ന് പലപ്പോഴും രാഷ്ട്രീയ നേതാക്കന്മാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെല്ലാം ഈ കാര്യം വിസ്മരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മേഖല പ്രത്യേകിച്ച് ചന്ദനമരം വളരുന്ന ഒരു ഭൂമിയാണ്. ഏറ്റവും നല്ല ഇനം ചന്ദനമുള്ള പ്രദേശമായതുകൊണ്ട് സംസ്ഥാനത്തിന് വളരെ ഒരു വരുമാനം നേടിക്കൊടുക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ഈ അഞ്ചുനാട് മേഖല. അപ്പോൾ ഇവിടെയുള്ള അതിന് ആനുപാതികമായ ഒരു വികസനം റോഡ് തലത്തിൽ, ആശുപത്രി തലത്തിൽ, വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് കുടിവെള്ള ക്ഷാമം വളരെ രൂക്ഷമാണ്. അതുപോലെ തന്നെ ആദിവാസി മേഖലയിൽ താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങളിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥയുണ്ട്, രോഗഗ്രസ്തമായ അവസ്ഥയുണ്ട്. ഇതിനൊന്നും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുവാനായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റോ
അഥവാ കേന്ദ്ര ഗവൺമെൻറ്റോ മെനക്കെടാറില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അച്ഛാ, ഈ കാന്തല്ലൂർ മേഖലയിൽ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ ആശുപത്രി എന്ന് പറയുന്ന ഒരു സംവിധാനം അത് വളരെ ഇല്ല എന്ന് തന്നെയാണ്. അച്ഛൻ പറഞ്ഞ പോലെ കളമശ്ശേരി വരെ എത്തണം എന്നതൊക്കെ പറയുമ്പോൾ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എത്ര മണിക്കൂറാണ് ഇവിടെ നിന്ന് യാത്ര ചെയ്യേണ്ടി വരുന്നത്? ഇവിടുന്ന് കളമശ്ശേരി വരെ എത്തണമെങ്കിൽ 5 മണിക്കൂർ വേണ്ടി വരും. ഇടുക്കിയിലാണെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് എത്താമായിരിക്കാം, പക്ഷേ യാത്ര വളരെ ദുഷ്കരമാണ്. കാരണം വളവും റോഡ് വളരെ മോശം, അത് ടാറിങ് നന്നായിട്ടില്ല, വളവും തിരിവുകളുമാണ്, അപകടങ്ങൾ കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ ചെല്ലാവുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജാണ്, അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജ്. പിന്നെ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ പലപ്പോഴും നമ്മൾ അന്യ സംസ്ഥാനത്തു നിന്നുള്ള രോഗികൾ പോകുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളും അവിടെയുണ്ട്. ഇപ്പോൾ കോയമ്പത്തൂരുണ്ട്, പിന്നെ ഉടുമ്പൽപേട്ടയിലൊക്കെ തമിഴ് വ്യക്തിപരമായി നടത്തുന്ന ആശുപത്രികളുണ്ട്. അവിടെയൊന്നും ചികിത്സ അത്ര മേൽത്തരമല്ല. അതോടൊപ്പം തന്നെ ഇത് നമ്മുടെയൊക്കെ ടൂറിസ്റ്റ് ഇതിൽ ഇടം പിടിച്ച മേഖലയാണ് ഈ മറയൂർ, കാന്തല്ലൂർ എന്നൊക്കെ പറയുന്നത്. വിനോദസഞ്ചാരികൾ ഒരുപാട് വരുന്ന സ്ഥലമാണ്. ഇവിടെ ഈ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ ഇവിടുത്തെ ഡെവലപ്മെൻറ്റ് എത്രത്തോളം? ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് 2 ഹൈസ്കൂളുകളുണ്ട്. ഒന്ന് കാന്തല്ലൂർ പഞ്ചായത്തിൽ പ്രൈവറ്റ് സെക്ടറിൽ ഒരു ഹൈസ്കൂളുണ്ട്. അതുപോലെ തന്നെ മറയൂരിൽ ഗവൺമെൻറ് സെക്ടറിൽ ഒരു ഹയർ സെക്കൻഡറി വരെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഒരു IHRD തുടങ്ങിയിട്ടുണ്ട്. അത് കാന്തല്ലൂരിലാണ്. മൂന്നാറിൽ നിന്നൊക്കെ കുട്ടികളിവിടെ വരുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ക്ലൈമറ്റ് വളരെ മോശമായിട്ടുള്ള ക്ലൈമറ്റാണ്. കുട്ടികളെ അവിടെ പലപ്പോഴും അധ്യാപകരെ ആവശ്യത്തിനില്ല. അതുപോലെ തന്നെ പിന്നെ ലാബ് സൗകര്യങ്ങളില്ല. ഒരു കോളേജ് ഉണ്ടെന്ന് പറഞ്ഞാലും അത് തന്നെ അപര്യാപ്തമായിട്ടുള്ള രീതിയിലാണ് വിദ്യാഭ്യാസം പോകുന്നത്. പിന്നെ പലപ്പോഴും കുട്ടികളെ തിരുവനന്തപുരത്തും ആദിവാസി കുട്ടികളെ പ്രത്യേകിച്ച് തിരുവനന്തപുരം, അതുപോലെ തന്നെ കോട്ടയം, എറണാകുളം മുതലായ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഹോസ്റ്റലുകളിലൊക്കെ നിർത്തിയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെയുള്ള കുട്ടികൾ ഓരോ വർഷവും 10-15 കുട്ടികളെ കോട്ടയത്തും എറണാകുളത്തും അതുപോലെ തന്നെ തൃശ്ശൂരൊക്കെ ഏറ്റുപോയിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു വിദ്യാഭ്യാസപരമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന 2 സ്ഥാനാർത്ഥികൾ LDFൻ്റെ ആയിക്കോട്ടെ UDFൻ്റെ ആയിക്കോട്ടെ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് അവർ ഇവിടുത്തെ MP തന്നെയായിരുന്നു രണ്ടുപേരും. അപ്പോൾ ഈ ഒരു മേഖലയിൽ ഇത്രമാത്രം ടൂറിസം ഡെവലപ്മെൻറ്റിൽ, ടൂറിസത്തിലും മറ്റെല്ലാ കാര്യത്തിലും ഡെവലപ്മെൻറ്റ് നടത്താവുന്ന ഈ ഒരു സ്ഥലം അതൊരു അണ്ടർ ഡെവലപ്മെൻ്റ് ആയിപ്പോയി എന്ന രീതിയിൽ അത് സർക്കാർ ഇതിനെ ഇത്ര പരിഗണിക്കുന്നില്ല എന്ന രീതിയിലേക്ക് തോന്നുന്നു. ഒന്നാമത് ഈ ഇടുക്കി മണ്ഡലമെന്ന് പറയുന്നത് ഇന്ന് 2-3 ഡിസ്ട്രിക്റ്റിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ MP ഈ എല്ലാ മേഖലകളെയും ഒരേപോലെ പിന്നെ സ്വാധീനിക്കാനും അവിടെ ചെന്നെത്താനും കഴിയുന്നുണ്ടോ എന്നുള്ളത് വലിയ ഒരു പ്രശ്നമാണ്. കാരണം പലപ്പോഴും MP വന്ന് ഒരു റോഡ് ടാർ ചെയ്ത് കഴിഞ്ഞാൽ അവർ വലിയൊരു ഉത്തരവാദിത്വം തീർന്നു എന്നാണ് കരുതുക. അല്ലെങ്കിൽ എന്തെങ്കിലും പഞ്ചായത്ത് 1-2 റോഡുകൾ വെട്ടി അതോടുകൂടി അവിടെ ഉത്തരവാദിത്വം തീർന്നു എന്ന് അവർ കരുതുന്നു. ഇന്ത്യയിലെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് വില്ലേജായിട്ട് കാന്തല്ലൂർ വില്ലേജ് അടുത്തിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. പക്ഷേ അതിന് ആനുപാതികമായിട്ടുള്ള ഒരു വികസനം, റോഡ് സംബന്ധമായ വികസനം തന്നെയല്ല, പ്രൈവറ്റ് സെക്ടറിൽ റിസോർട്ടുകൾ സ്ഥാപിക്കാനോ അല്ലെങ്കിൽ ഹോം സ്റ്റേ പണിയാനോ ഉള്ള അനുമതി ലഭിക്കാനുള്ള കാലതാമസം, അങ്ങനെ പല പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് വില്ലേജ് എന്നുള്ള ഗരിമ ഈ കാന്തല്ലൂർ വില്ലേജിനുണ്ടെങ്കിലും അതിന് ആനുപാതികമായിട്ടുള്ള ഒരു വികസനവും ഇവിടെ നടപ്പാക്കാനായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റോ കേന്ദ്ര ഗവൺമെൻറ്റോ തയ്യാറായിട്ടില്ല. ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട് ക്രൈസ്തവർ, ഇതിപ്പോൾ ഒരു വിജയപുരം രൂപതയിൽപ്പെടുന്ന ദേവാലയമാണ്. ഇടുക്കി രൂപതയും ഈ ഒരു പ്രദേശത്തുണ്ട്. എത്രത്തോളം ഉണ്ട് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? ഈ പ്രദേശം ആദ്യമേ തന്നെ മിഷൻ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് വന്നത് വിജയപുരം രൂപതയാണ്. അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം നടത്താനും അതുപോലെ ഹൈസ്കൂൾ വരെയുള്ള വിദ്യാഭ്യാസം നടത്താനും വിജയപുരം രൂപത വളരെയേറെ ശ്രദ്ധ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ ഈ പ്രദേശത്തിന് അക്ഷരാഭ്യാസം നടത്താനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇവിടെ ഒരു കോളേജ് സ്ഥാപിക്കണമെന്നുള്ളത് വിജയപുരം രൂപതയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ ഗവൺമെൻറ് അനുമതി കൊടുക്കാറില്ല. പലപ്പോഴും ഓരോ പാർട്ടികൾക്കാണ് ഈ വിദ്യാഭ്യാസം ലഭിക്കുക. ഒരു സംയുക്തമായിട്ട് ഭരണം നടത്തുമ്പോൾ പല പാർട്ടികൾക്ക് വേണ്ടി ഓരോ വകുപ്പുകൾ വീതം വയ്ക്കുമ്പോൾ ആ പാർട്ടികൾക്ക് ഭീമമായ തുക പാർട്ടി സംഭാവന ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് പലപ്പോഴും കോളേജ് സ്ഥാപിക്കാനായിട്ട് വിജയപുരം രൂപതയ്ക്ക് കഴിയാതെ പോയിട്ടുള്ളത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ അക്ഷരാഭ്യാസം എന്നുള്ള ഒരു സംഗതി ആരംഭിച്ചത് വിജയപുരം രൂപതയാണ്. 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം നടത്തിക്കൊണ്ട് പോകാനായിട്ട് വിജയപുരം രൂപതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്.